അടച്ചിട്ട ആശുപത്രിയിലും ബാങ്കിലും സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നതായി പരാതി. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ CPM നിയന്ത്രണത്തിലുള്ള ചെറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിലും സഹകരണ ആശുപത്രിയിലുമാണ് തിരിമറിയെന്ന് N. അജിത് കുമാർ പറഞ്ഞു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ചെറുകുന്ന് സഹകരണ ആശുപത്രിയുടെ പ്രൊമോട്ടിംഗ് ഡയറക്ടറുമായി പ്രവർത്തിച്ച വ്യക്തിയാണ് അജിത്ത്. ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവന് പരാതി നൽകിയതായും അജിത് കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മറുപടി പറയാൻ വേണ്ടി പറ്റാത്തത്രയും വസ്തുതകൾ വലിയ അഴിമതി ക്രമക്കേടായിട്ട് അവിടെ കിടക്കുകയാണ്. അതിലേറ്റവും ഭീകരമായ ഒന്നാണ് ചെറുകുന്ന് സഹകരണ ആശുപത്രി. അത് ഉദ്ഘാടനം ചെയ്തത് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അന്ന് ആശുപത്രി ഉദ്ഘാടനം ചെയ്തത്. ഞാനതിൻ്റെ പ്രൊമോട്ടിംഗ് ഡയറക്ടറാണ്. ഞാനൊക്കെ അന്ന് കണ്ണൂരിലെ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ ലീഡർഷിപ്പിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. അപ്പം ഞങ്ങൾ ഉൾപ്പെടെ അധ്വാനിച്ചിട്ടാണ് ഈ ആശുപത്രി കെട്ടിപ്പടുത്തത്. വിദേശത്തും സ്വദേശത്തും വിദേശയാത്ര നടത്തിയിട്ട് അവിടെയൊന്നും ഷെയർ പിരിച്ചിട്ടുണ്ട്, ഇവിടെയൊന്നും ഷെയർ പിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഷെയർ സംഖ്യ കൊണ്ടാണ് ഈ ആശുപത്രി ആരംഭിച്ചിട്ടുള്ളത്. 6 മാസം കൊണ്ട് ആശുപത്രി പൂട്ടി. ആശുപത്രി പൂട്ടിയത് തന്നെ ഈ ആശുപത്രിയുടെ ഒരു ക്രമക്കേടിൻ്റെ ഭാഗമാണ്, നടത്തിപ്പിൻ്റെ ഭാഗമാണ്. കാരണം അതിന് ശേഷിയില്ലാത്ത നടത്തിപ്പായതുകൊണ്ടാണ് പൂട്ടേണ്ടി വന്നത്. പൂട്ടിയിട്ട് 12 വർഷം കഴിഞ്ഞു. ഇന്ന് വരെ ഒരു ഷെയർ ഹോൾഡറിന് പോലും ഷെയർ സംഖ്യ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ആശുപത്രിക്ക് ഇപ്പോഴും അവിടെയുള്ള മറ്റ് ഈ സഹകരണ സംഘങ്ങളുടെ ഫണ്ടുകൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും അവിശ്വസനീയമായിട്ടുള്ളൊരു വസ്തുത എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ചെറുകുന്ന് പഞ്ചായത്തിൽ സഹകരണ ആശുപത്രിയുടെ ആവശ്യകത സംബന്ധിച്ച് CPM-നകത്ത് ചർച്ച നടന്നിരുന്നു. തുടർന്നാണ് ചെറുകുന്ന്, കണ്ണപുരം, കല്യാശ്ശേരി, പാപ്പിനിശ്ശേരി പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സഹകരണ ആശുപത്രി തുടങ്ങാൻ തീരുമാനിച്ചത്. ഈ ആശുപത്രി ആരംഭിച്ച് മാസങ്ങൾക്കകം തന്നെ ഭരണ നേതൃത്വത്തിന്റെ പിടിപ്പുകേടുകൊണ്ട് പൂട്ടിപ്പോകുന്ന നിലയാണുണ്ടായതെന്നും N. അജിത് കുമാർ പറഞ്ഞു. എന്നാൽ നാളിതുവരെയായി ആശുപത്രിയുടെ പേരിൽ സ്വരൂപിച്ച ഓഹരികൾ ഒരാൾക്ക് പോലും തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ലെന്നും പഞ്ചായത്തിലെ പള്ളിക്കര പ്രദേശത്ത് ആശുപത്രിക്കായി വിലക്കെടുത്തിരുന്ന സ്ഥലവും കിണറും ആശുപത്രിയുടെ പേരിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിറ്റുപോയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റ് വിലപിടിപ്പുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിന് വിൽപ്പനയ്ക്കായി കൈമാറിയിട്ടുണ്ട്. ഈ വിൽപ്പനയിലൂടെ ചെറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിലുള്ള അക്കൌണ്ട് നമ്പറിലേക്ക് ഇന്നേ വരെയും 1 രൂപ പോലും വന്നു ചേർന്നിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്വേഷണം നടന്നപ്പോൾ എല്ലാം മോഷണം പോയി എന്നുള്ള കള്ളമാണ് എല്ലാവരും പറഞ്ഞത്. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത്. ഓഡിറ്റർ റിപ്പോർട്ടിൽ തന്നെ ഇതേ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.